ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടും വേണ്ടത് നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. മാക്സിമം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കിയാലോ. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. പഞ്ചസാര നമ്മൾ ഒത്തിരി ഇടണ്ട. നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മാത്രം നമ്മൾ പഞ്ചസാര ഇട്ടാൽ മതി. ഏത്തപ്പഴം നല്ല അത്യാവശ്യം മധുരം ഉള്ളതാണെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ചിട്ടാൽ മതി. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒത്തിരി ചേർക്കേണ്ട. നമ്മുടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് ചേർക്കുന്നത് കറുത്ത എള്ളാണ്. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ചേർക്കുവാണെങ്കിലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ബാറ്ററൊക്കെ നല്ലപോലെ മിക്സ് ആകാനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ ബാറ്റർ നല്ലപോലെ ലൂസായി പോയാൽ നമ്മുടെ ആ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ആ ഏത്തപ്പഴം ആ ബാറ്ററിലോട്ട് മുക്കുമ്പം നല്ല കോട്ടിങ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേശ്ശെയാണ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ മിക്സായ ബാറ്ററിലോട്ട് നമുക്ക് നമ്മൾ മുമ്പ് മാറ്റി വെച്ച പഴം നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ സാധാരണ രീതിയിലല്ല നമ്മളിന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്, വേറൊരു സ്പെഷ്യൽ രീതിയിലാണ്. അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് നല്ലപോലെ പൊടിച്ചതാണ്. ആ പൊടിച്ച ബ്രെഡിലേക്ക് നമ്മുടെ മുക്കി വെച്ച നമ്മുടെ ഈ പഴം നമ്മൾ നല്ലപോലെ കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പഴംപൊരി കിട്ടും. അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുമാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ബ്രെഡ് ക്രംസൊക്കെ നല്ല മൊരിഞ്ഞ് നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ എല്ലാം നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട. നമ്മുടെ ഈ ബ്രെഡ് ക്രംസൊക്കെ നല്ലപോലെ മുരിഞ്ഞു വരുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല പഴുത്ത ഏത്തക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. ഇപ്പം നമ്മുടെ ഏത്തക്കാപ്പമൊക്കെ നല്ലപോലെ റെഡിയായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട നല്ല അടിപൊളി പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരിയാണിത്. അപ്പം നമുക്ക് അടുത്ത ഒരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്